ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ഏഴാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. റേമൽ ചുഴലിക്കാറ്റിൽ പശ്ചിമബംഗാളിൽ 6 മരണം. അസമിൽ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് ആർത്തവ ശുചിത്വ ദിനം. ആർത്തവ ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ദിനാചരണം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രോഹൻ ബൊപ്പണ്ണയും യുഗി ഭാംബ്രിയും ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. ഏഴാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. 57 മണ്ഡലങ്ങളിലാണ് ജൂൺ 1-ന് അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഒരു റിപ്പോർട്ട്. ഏഴാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിനായി പ്രമുഖ നേതാക്കൾ മണ്ഡലങ്ങളിൽ പര്യടനം തുടരുകയാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഝാർഖണ്ഡിലെ ദുംകയിൽ തെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യും. പശ്ചിമബംഗാളിലെ ബർസാത്ത്, ജാദവ്പൂർ എന്നിവിടങ്ങളിൽ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം കൊൽക്കത്തയിൽ റോഡ് ഷോയും നടത്തും. ബിജെപി അധ്യക്ഷൻ ജെ.പി. നദ്ദ ഇന്ന് ഹിമാചൽ പ്രദേശിലെ ഷിംലയിലും മണ്ഡിയിലും കിനൌറിലും തെരഞ്ഞെടുപ്പ് റാലികളിൽ സംബന്ധിക്കും. എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇന്ന് ഹിമാചൽ പ്രദേശിലെ ഹമീർപൂർ ഉൾപ്പെടെ 3 ഇടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും വാരാണസിയിലെ മോഹൻ സരായ് മേഖലയിൽ പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്യും. ബൻസ്ഗാവ് ലോക്സഭാ മണ്ഡലത്തിലെ പരിവർത്തൻ സങ്കൽപ് സഭയിലും ഇരുവരും സംസാരിക്കും. ആർജെഡി നേതാവ് തേജസ്വി യാദവ് ബക്സർ, സാസാറാം, ജഹാനാബാദ്, പാടലിപുത്ര മണ്ഡലങ്ങളിൽ റാലികൾ നടത്തും. അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ 13 വീതവും പശ്ചിമബംഗാളിൽ 9-ഉം ബീഹാറിൽ 8-ഉം ഒഡീഷയിൽ 6-ഉം ഝാർഖണ്ഡിൽ 3-ഉം ഹിമാചൽ പ്രദേശിൽ 4-ഉം ചണ്ഡീഗഡിലെ 1 സീറ്റിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. അഴിമതിയോട് സഹിഷ്ണുതയില്ലാത്ത തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനമാണ് എൻഡിഎ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി. രാജ്യം ഒന്നാമത് എന്നതാണ് സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങളുടെയും പിന്നിലെന്നും ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരതിലൂടെ തദ്ദേശീയ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുകയും തൊഴിലവസരം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് എൻഡിഎ സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരത്തും കൊച്ചിയിലും ഉൾപ്പെടെ ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 6 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം ജില്ലയിലെ നഗര ഗ്രാമീണ മേഖലകളിൽ ഇന്ന് കനത്ത മഴയാണ് പെയ്യുന്നത്. നെയ്യാറ്റിങ്കര, പാറശാല, വെള്ളറട, വിഴിഞ്ഞം, വർക്കല എന്നിവിടങ്ങളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം വർക്കല പാപനാശത്ത് രാവിലെ ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്തെ കുന്നിടിഞ്ഞു. കുന്നടർന്ന് വലിയ കല്ലുകൾ താഴേക്ക് പതിച്ചു. തിരക്കില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. മഴയെ തുടർന്ന് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. അപകടം നടന്ന 2ഇടത്തും ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്നതാണ് ഏറെ ആശ്വാസം. കൊച്ചിയിൽ ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ മഴ രാവിലെ അല്പനേരം വിട്ടുനിന്നെങ്കിലും പിന്നീട് ഇടിമിന്നലോടുകൂടി കൂടുതൽ ശക്തി പ്രാപിച്ചു. കഴിഞ്ഞ 3 മണിക്കൂറിലധികമായി ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇൻഫോ പാർക്ക് മേഖലയിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ കണിച്ചാട്ടുപാറ തോട്ടിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. റേമൽ ചുഴലിക്കാറ്റിൽ പശ്ചിമബംഗാളിൽ വ്യാപക നാശനഷ്ടം. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കെടുതികളിൽ സംസ്ഥാനത്ത് 6 മരണവും റിപ്പോർട്ട് ചെയ്തു. കൊൽക്കത്തയിലും 24 പർഗാനാസ് ഉൾപ്പെടെയുള്ള തീരദേശ ജില്ലകളിലും കനത്ത മഴയ്ക്ക് ശമനമായിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. എന്നാൽ സംസ്ഥാനത്തിന്റെ വടക്കൻ മേഖലയിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. ഏഴാംഘട്ട തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളും കൊൽക്കത്തയിൽ ഉൾപ്പെടെ പുനരാരംഭിച്ചു. റേമൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ അസമിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ. ചിരംഗ്, ഗോപാൽപുര, കരീംഗഞ്ച് തുടങ്ങിയ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗുവാഹട്ടിയിൽ ഇന്നലെ വൈകുന്നേരം മുതലുണ്ടായ ശക്തമായ മഴയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. നിരവധി ട്രെയിൻ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ദുരന്ത സാഹചര്യം മുന്നിൽ കണ്ട് ദേശീയ, സംസ്ഥാന ദുരന്ത പ്രതികരണ സേനകളെ വിവിധ ജില്ലകളിൽ വിന്യസിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ഈ വർഷം ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം 6.7% ആഗോള നിക്ഷേപക ബാങ്കായ ഗോൾഡ്മാൻ സാക്സിന്റെ പ്രവചനം. ഇന്ത്യയുടെ വളർച്ചാഗതി സുസ്ഥിരമായി തുടരുമെന്നും പണപ്പെരുപ്പം ഏപ്രിൽ ജൂൺ മാസത്തോടെ കുറയുമെന്നും ബാങ്ക് പ്രവചിക്കുന്നു. റിസർവ് ബാങ്കിന്റെ ലാഭവിഹിത കൈമാറ്റം ജിഡിപി വളർച്ചയ്ക്ക് ആക്കം പകരും. ഇക്കുറി കാലവർഷം ശക്തമാകുന്നതിനെ തുടർന്നുണ്ടാകുന്ന കാർഷിക മേഖലയിലെ ജിഡിപി വളർച്ചയ്ക്ക് സഹായകരമാകും. മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനി വീർ സവർക്കറുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മാതൃരാജ്യത്തിനുവേണ്ടി ജീവിതം ഉഴിഞ്ഞുവച്ച വീർ സവർക്കർ രാജ്യത്തെ ജനങ്ങൾക്ക് എന്നും പ്രചോദനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബോംബ് ഭീഷണിയെ തുടർന്ന് ഡൽഹി വാരാണസി ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാരെ ഒഴിപ്പിച്ചു. ഡൽഹി വിമാനത്താവളത്തിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവമുണ്ടായത്. യാത്രക്കാരെ ഒഴിപ്പിച്ച ശേഷം വിമാനത്തിൽ പരിശോധന തുടരുകയാണ്. മനുഷ്യക്കടത്ത് നടത്തുന്ന സൈബർ തട്ടിപ്പ് ശൃംഖലയുടെ ഭാഗമായ 5 പേരെ എൻഐഎ അറസ്റ്റ് ചെയ്തു. വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തുന്ന അന്താരാഷ്ട്ര സംഘത്തിന്റെ ഭാഗമാണ് അറസ്റ്റിലായവരെന്ന് എൻഐഎ വ്യക്തമാക്കി. 6 സംസ്ഥാനങ്ങളിലെ 15 കേന്ദ്രങ്ങളിൽ ഇന്നലെ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് അറസ്റ്റ്. ഡിജിറ്റൽ ഉപകരണങ്ങൾ, വ്യാജ നിയമന കത്തുകൾ, പാസ്പോർട്ടുകൾ തുടങ്ങിയവ ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. ഇന്ന് ആർത്തവ ശുചിത്വ ദിനം. ആർത്തവവുമായി ബന്ധപ്പെട്ട തെറ്റായ കാഴ്ചപ്പാടുകൾ മാറ്റുന്നതിനും ആർത്തവ ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് ദിനാചരണം. സുരക്ഷിതവും ചിലവ് കുറഞ്ഞതുമായ ആർത്തവ ശുചിത്വ ഉൽപ്പന്നങ്ങളും ഇതു സംബന്ധിച്ച അറിവും സമൂഹത്തിലെ ദശലക്ഷക്കണക്കിന് വനിതകൾക്ക് അന്യമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് 2013 വാഷ് എന്ന എൻജിഒ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ആർത്തവ സൌഹൃദ ലോകം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇക്കുറി ദിനാചരണം. ഇന്ത്യയിലും ആർത്തവ ശുചിത്വത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സർക്കാർ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഗ്രാമീണ മേഖലയിലെ കൌമാരക്കാരായ പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിനുകൾ 6 രൂപ സബ്സിഡി നിരക്കിൽ നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം സ്വീകരിച്ചിട്ടുണ്ട്. തൃശൂർ പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ ഒരാൾ മരിച്ചു. പെരിഞ്ഞനം കുറ്റിക്കടവ് സ്വദേശി ഉസൈബയാണ് മരിച്ചത്. കുഴിമന്തിക്കൊപ്പം ലഭിച്ച മയണൈസിൽ നിന്നാണ് വിഷബാധ ഏറ്റത്. വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി 178 പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചികിത്സ തേടിയിരുന്നു. ആരോഗ്യവകുപ്പും ഫുഡ് ആന്റ് സേഫ്റ്റി അധികൃതരും പോലീസും പരിശോധന നടത്തി ഹോട്ടൽ പൂട്ടിച്ചു. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാമാണ് മരിച്ചത്. ഗുരുതര പരിക്കുകളോടെ എബ്രഹാമിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 4 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. മുതലപ്പൊഴിയിൽ ഈ വർഷം ഇതുവരെ 11 അപകടങ്ങളിലായി 2 മരണങ്ങളാണ് ഉണ്ടായത്. സ്പെഷ്യൽ ആംഡ് പോലീസ്, KAP 3ാം ബറ്റാലിയൻ എന്നിവിടങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയ 461 പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് തിരുവനന്തപുരത്ത് പേരൂർക്കട സ്പെഷ്യൽ ആംഡ് പോലീസ് ഗ്രൌണ്ടിൽ നടന്നു. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. 9 മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയാണ് സേനാംഗങ്ങൾ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ 60 സെന്റിമീറ്റർ കൂടി ഉയർത്തി. 90 സെന്റിമീറ്റർ ഉയർത്തിയിരുന്ന ഷട്ടറുകൾ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഉയർത്തിയത്. പരിസരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജമ്മുകാശ്മീരിൽ ഉഷ്ണതരംഗം തുടരുന്നു. ഇന്നലെ ജമ്മുവിൽ ഉയർന്ന താപനില 43 ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത്. ഉയർന്ന താപനിലയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ വീടുകളിൽ തുടരുകയാണ്. ഉഷ്ണതരംഗം പലയിടത്തും വൈദ്യുതി, ജല പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യൻ താരങ്ങളായ രോഹൻ ബൊപ്പണ്ണയും യുഗി ഭാംബ്രിയും പുരുഷ ഡബിൾസ് ആദ്യ റൌണ്ടിൽ ഇന്ന് മത്സരത്തിനിറങ്ങും. 2ാം സീഡായ ബൊപ്പണ്ണയും ഓസ്ട്രേലിയൻ താരം മാത്യു എബ്ഡനും ചേർന്ന സഖ്യം ഫിൻലാൻഡ് ഹംഗറി സഖ്യത്തെയാണ് നേരിടുന്നത്. യുഗി ഭാംബ്രി അൽബാനോ ഒലിവെറ്റി സഖ്യം റഷ്യ ഓസ്ട്രേലിയ സഖ്യത്തെയും നേരിടും. അതേസമയം പുരുഷ സിംഗിൾസ് ആദ്യ റൌണ്ടിൽ ഇന്ത്യയുടെ സുമിത് നാഗൽ റഷ്യൻ താരത്തോട് പരാജയപ്പെട്ടു. പുരുഷ സിംഗിൾസിൽ ആദ്യ റൌണ്ടിൽ ലോക 1ാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചും ഇന്ന് മത്സരത്തിനിറങ്ങും. പ്രധാന വാർത്തകൾ വീണ്ടും. 7ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. റേമൽ ചുഴലിക്കാറ്റിൽ പശ്ചിമ ബംഗാളിൽ 6 മരണം. അസമിൽ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് ആർത്തവ ശുചിത്വ ദിനം. ആർത്തവ ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ദിനാചരണം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രോഹൻ ബൊപ്പണ്ണയും യുഗി ഭാംബ്രിയും ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.